ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെക്കുറിച്ചാണ്. 2026 ജൂലൈ മാസം 27 മുതൽ ഡിസംബർ മാസം 11 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അത് പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ശനിദേവൻ തരും. അതായത് കർമ്മഫലം, അതായത് നീതിയുടെയൊക്കെ ഗ്രഹമാണ്. കർമ്മരംഗത്ത് സേവനത്തിൻ്റെ ഗ്രഹമാണ്. നീതി നമുക്ക് നടപ്പിൽ വരുത്തി തരുന്ന ധർമ്മത്തിൻ്റെ ഗ്രഹമാണ്. വൈകി വരുന്ന നേട്ടങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ദീർഘനാളുകളായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നതാണോ എങ്കിൽ ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഏഴര ശനി ഉള്ളവരായാലും കണ്ടകശനി ഉള്ളവരായാലും ആയാലും ശനി അനുഗ്രഹിക്കും. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കർക്കിടകം രാശിയെക്കുറിച്ചാണ്. കർക്കിടകം രാശിക്കാര് പുണർദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രമാണ്. അതായത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യ നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് ആ ശനി സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യസ്ഥാനത്ത് ശനി സ്ഥിതി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക, വൈകിപ്പിക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടേണ്ട പല ഭാഗ്യങ്ങളും കിട്ടുന്നില്ല. അതായത് ആരോഗ്യപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എങ്കിൽ ചികിത്സിച്ചിട്ടെങ്ങും ഫലം കിട്ടുന്നില്ല. ഡോക്ടർമാർക്ക് തന്നെ അതിശയം, ഇതെന്തൊരു കളിയാണ്. അതുപോലെ തന്നെ പഠിച്ചാൽ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരിക, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇല്ല, ഫലമുണ്ടോ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ പാസ്സായി ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുകയാണ്. അതുപോലെ തന്നെയാണ് ജോലി ചെയ്താൽ ശമ്പളം വൈകിപ്പിക്കുക, വായ്പ കൊടുത്താൽ കിട്ടുകയില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഒരു വസ്തു വിൽക്കാനുണ്ടെങ്കിൽ വിൽപ്പന നടക്കുകയില്ല. വാങ്ങാനായിട്ട് എങ്ങനെയെങ്കിലും ലോൺ എടുത്തോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ പൈസ സംഘടിപ്പിക്കാമെന്ന് വെച്ചാൽ അതിനൊക്കെ തടസ്സം. അതാണ് ഭാഗ്യസ്ഥാനത്തെ ശനി കൊണ്ട് ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളെല്ലാം മാറി ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം വളരെയധികം നേട്ടങ്ങൾ ശനിദേവൻ കൊണ്ടുത്തരും. അതായത് ആരോഗ്യകാര്യം, പ്രധാനമായിട്ട് ആരോഗ്യമാണ്. ആരോഗ്യം, ചികിത്സകളൊക്കെ ഫലിക്കുക, ദീർഘനാളുകളായിട്ട് അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുക. എല്ലാവർക്കും രോഗമാണോ? അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ കഷ്ടപ്പാടുകൾ. അപ്പോൾ ഈ കർക്കിടകൻ രാശിക്കാർക്കുള്ള രോഗാവസ്ഥകളൊക്കെ ഇനി ചികിത്സകൾ ഫലിക്കുന്നതിനും നല്ല ഡോക്ടർമാരെ കണ്ടെത്തുക. ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഒരു വൈദ്യനെ കണ്ടെത്തി വൈദ്യൻ്റെ ഒരു മരുന്ന് കൊണ്ടൊക്കെ മാറുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ പ്രധാനമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലം ഇപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ദൈവാധീനവും ഉണ്ടല്ലോ. കൂടാതെ ചൊവ്വായുടെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ശുക്രൻ്റെ ഒക്കെ സ്ഥിതി അനുസരിച്ചുമൊക്കെ വളരെ നല്ല അനുകൂലമാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സായി അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാനൊക്കെ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കും. അതൊക്കെ വളരെ നേട്ടങ്ങളാണ്. നല്ല ജോലിയിൽ പ്രവേശിക്കുക, ഉള്ള ജോലിക്ക് ശമ്പള വർധനവ് കിട്ടുക, പ്രൊമോഷൻ കിട്ടുക, അതൊക്കെ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് കർക്കിടകം രാശിക്കാർക്ക് വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്ത യുവാക്കൾക്ക്, മധ്യവയസ്കർ, അങ്ങനെ വിവാഹം ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് മാതാപിതാക്കൾക്കൊക്കെ അവരുടെ മക്കളെ ഒന്ന് വിവാഹം കഴിച്ച് അയക്കണം, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അത് ആലോചിച്ചിട്ട് നടക്കാതെ വരും, ഒത്തുവരാതെ വരിക. വിവാഹ ആലോചനകൾ ധാരാളം വരുന്നുണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോവുക, ഒത്തുവരികയില്ല, മനസ്സിനിണങ്ങുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വക്ര സ്ഥിതി കൊണ്ട് വിവാഹം നടക്കുവാനൊക്കെ യോഗമുണ്ട്. അത് ജ്യോതിഷ വിധിപ്രകാരം ഗ്രഹനില നോക്കിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ യന്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നതിലാണ്. പ്രത്യേകിച്ച് ആകർഷണ യന്ത്രം പോലെയുള്ള യന്ത്രങ്ങളോ മറ്റ് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ സുദർശന യന്ത്രമൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. അത് നല്ല രീതിയിൽ മാർഗനിർദ്ദേശത്തോടു കൂടി വേണം ധരിക്കുവാനായിട്ട്. അപ്പോൾ അതിന് പ്രയോജനം കിട്ടും. ശനീശ്വര യന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ
അതൊക്കെ മാറുന്നതിന് ഒരു നല്ല അവസരമാണ്. യോജിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ അതിനുള്ള ഭാഗ്യം ദൈവാധീനം പൂർണ്ണമായിട്ടുള്ള ഒരു സമയമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം ആ 7ാം ഭാവമായ ദാമ്പത്യ ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ ഉയർന്ന ഭാഗ്യാവസ്ഥകളും ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഗൃഹോപകരണങ്ങളും വന്നു ചേരുവാനും ഗൃഹം പുതുക്കിപ്പണിയുവാനും വാഹനം വന്നു ചേരുവാനും അതുപോലെ തന്നെ ആഭരണങ്ങൾ വന്നു ചേരുവാനൊക്കെ നല്ല യോഗമുള്ള നല്ല സമയമാണ്. ആ അവസരങ്ങളൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ, വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുന്ന കാര്യമായാലും മുഹൂർത്തം നോക്കുന്ന കാര്യത്തിനൊക്കെ നേരിട്ട് വരികയോ ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.